നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓവനിൽ ആവോലി മീൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് അടിപൊളി ഒരു മസാല തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ 3 ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആവോലി മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വരയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെയെന്ന് നോക്കാം. അത് തയ്യാറാക്കാം കേട്ടോ. നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം മസാല. മസാല തേച്ച് നമ്മളൊരു 30 മിനിറ്റെങ്കിലും വെക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം തക്കാളി, ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി, അതുപോലെ 3 ചുവന്ന മുളക്, 2 പച്ചമുളക്, ചെറിയൊരു ഉരുള വാളൻപുളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു കഷ്ണം ചെറുനാരങ്ങൻ്റെ നീര്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് വേണ്ട മസാലയ്ക്ക് വേണ്ട സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മധുരക്കിഴങ്ങാണ് വേണ്ടത് കേട്ടോ. അത് മധുരക്കിഴങ്ങ് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. മധുരക്കിഴങ്ങ്, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി കൂടി വേണം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ച് വരാം. മധുരക്കിഴങ്ങ് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടുക. ആ ഒരു ഗ്രേവി ഇതിലേക്ക് നല്ല മസാലയായിട്ട് തേച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാല. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് ജാറിൽ അരച്ചെടുക്കാം. എല്ലാം കറിവേപ്പിൻ്റെ ഇലയും ചുവന്ന മുളക് പുളി എല്ലാം ഒന്നിച്ചിട്ടിട്ട് മിക്സി ജാറിൽ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, അതുപോലെ ഒലിവ് ഓയിലും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടി എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അതുപോലെ മധുരക്കിഴങ്ങ് നമ്മൾ 4 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഹെൽത്തിയാണ്. അപ്പം കുറച്ച് ഒരു 2 സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇത് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ഒന്നുകൂടി പേസ്റ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലൊരു അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഗ്രേവി നല്ലപോലെ നമ്മൾ കഴുകി വെച്ച ആവോലി മീനിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ആവോലി മീനിൽ നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിക്കണം. ഉപ്പൊക്കെ നല്ലപോലെ ഉള്ളിൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ തേച്ച് നല്ലപോലെ ഉള്ളിലൊക്കെ നല്ലപോലെ പേസ്റ്റ് തേക്കണം കേട്ടോ. പേസ്റ്റ് നല്ലപോലെ തേച്ചത് നല്ല ഓവനിൽ വെന്ത് വരുമ്പോൾ അതിൽ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് നമ്മളെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഈ മീനിലേക്ക് ഈ മസാലയൊക്കെ തേച്ച് നമ്മൾ ഈ 3 ഫിഷും നല്ലപോലെ മസാല തേച്ചിട്ടുണ്ട്. ഇനി ഒരു 10-30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ ഈ മീൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഗ്രില്ലിലേക്ക് നല്ലപോലെ ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രില്ലിലൊക്കെ നല്ലപോലെ ഒലിവ് ഓയിൽ തേച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ മീൻ വെക്കുന്നത്. അപ്പോൾ മീൻ ഇതിൻ്റെ മേലെ വെച്ച് ഒട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. നല്ലപോലെ ഒലിവ് ഓയിൽ ഗ്രില്ലിലൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മീൻ ഓരോന്നായി എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ മീനിനൊക്കെ ഈ ഗ്രില്ലിൻ്റെ മേലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ പിന്നെയും നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കട്ടെ. മീനിൻ്റെ മേലെ കൂടെ തേച്ച് കൊടുക്കുക. ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മീനിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ചൂടാവണം. അതിനുശേഷം നമ്മളിത് ഫോയിലിൽ പൊതിഞ്ഞിട്ടാണ് പിന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് ഒലിവ് ഓയിലൊക്കെ തേച്ചതിന് ശേഷം നമ്മളിത് ഇനി ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത നല്ല ചൂടായ ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. പ്രീഹീറ്റായ ഓവനിലേക്ക് മീൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ലപോലെ ചൂടായതാണ് ഓവൻ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് ഫോയിലിൽ പൊതിഞ്ഞെടുക്കണം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ചൂടായ മീൻ നമ്മൾ ഗ്രില്ലെടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച ഫോയിലിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് ആ ചൂടോട് കൂടി ഫോയിലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഇത് പൊതിഞ്ഞ് കൊടുക്കുക. നല്ലപോലെ പൊതിഞ്ഞത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ പാത്രത്തോട് കൂടിയിട്ട് ഇത് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഓവനിൽ വെച്ച് ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എന്തായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. നല്ല പോലെ ആ ഗ്രേവിയൊക്കെ മീനിൽ പിടിച്ച് അതിങ്ങനെ
അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട് ഇപ്പം. അപ്പോൾ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെയോ ഇനി വെറുതെയും കഴിക്കാൻ നല്ലതാണ്. അതുപോലെ നമുക്ക് കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മധുരക്കിഴങ്ങ് ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണത്. പക്ഷേ ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.